ഹലോ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ പൊട്ടറ്റോ മുളകിട്ട കറിയാണ്. അതിനായിട്ട് 1/2 കിലോ ചിക്കൻ ഞാൻ വളരെ കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂട്ടിയിട്ട് നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറുനാരങ്ങ നീരും കൂട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ പൊട്ടറ്റോ നമ്മൾ ഓലന് കഷ്ണം അരിയുന്ന പോലെയാണ് കേട്ടോ അരിയേണ്ടത്, വലിയ കഷ്ണങ്ങളാക്കിയിട്ടല്ല. പിന്നെ അതിലേക്ക് വറുത്ത മുളക്, ചുമന്ന മുളകും അതേപോലെ ഒരു 300 ഗ്രാം ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് മല്ലിയോ അതേപോലെ ചിക്കൻ മസാലയോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ വറുത്ത മുളകും ചെറിയ ഉള്ളിയും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് ചെറുതായിട്ട് ഒന്ന് ചതച്ചെടുക്കും. നേരത്തെ പറഞ്ഞ പ്രകാരം ആ മുളകും ചെറിയ ഉള്ളിയും കൂടിയിട്ട് നമ്മൾ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഏകദേശം ഒരു 2 സ്പൂൺ ഉണ്ടാവുമായിരിക്കും, അത്രയും കുറച്ചായിട്ട് ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നോക്കൂ, വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്, പെട്ടെന്ന് ചൂടാവും. പാൻ അടുപ്പത്ത് വെച്ച് പെട്ടെന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഉള്ളിയുടെ മുളകിൻ്റെ മിശ്രിതം ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ ചെറുതായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം. എന്തിനാ വെച്ചാൽ ചെറിയ ഉള്ളി ചിക്കനിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ്, പക്ഷേ അതിൻ്റെ ആ പച്ച മണം ഒന്ന് നന്നായിട്ട് മാറി കിട്ടണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളി, മുളക്, ആ മുളക് ഞാനൊന്ന് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുത്തതായിരുന്നു, എന്നിട്ട് മിക്സിയിലിട്ട് അടിച്ചതാണ്. പിന്നെ അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓലന് കഷ്ണം അരിയുന്ന പോലെയാണ് ഈ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് അരിഞ്ഞ് വെക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ നിങ്ങളോട് പറയാത്ത ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ ഒരു ചെറിയ 2 തക്കാളി അരിഞ്ഞ് വെച്ചത്, ഒരു പച്ചമുളകും. ഇതിലേക്ക് വേറെ മല്ലിയോ മറ്റു ചിക്കൻ മസാലകളോ ഒന്നും ഇടുന്നില്ല കേട്ടോ, ഇത് മാത്രമേ ഇടുന്നുള്ളൂ. ഇത് നന്നായിട്ട് ഒന്ന് വരണ്ട് വരണം, ഇതിൻ്റേതായിട്ടുള്ള പച്ചമണമൊക്കെ മാറണം. പിന്നെ അതേപോലെ തന്നെ അതിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിച്ചപ്പിൻ്റെ ഒരു പേസ്റ്റ് കുറച്ചിട്ടാൽ മതി കേട്ടോ. കാരണം ഇതിൽ സാധാരണ എല്ലാ ചിക്കൻ കറിയിലും ഇടുന്ന പോലെ ഒരുപാട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് മതി. ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് ആവാനായിട്ട്, ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറാനായിട്ട് വയ്ക്കാം. ആ ഉള്ളിയും മുളകൊക്കെ ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ഇടാണ്ട് നമുക്ക് ഒരു സ്പൂണ് ഉപ്പിടാം. അതേപോലെ തന്നെ ഒരു സ്പൂണ് തന്നെ മുളക് പൊടി നിങ്ങൾ നോക്കിയിട്ട് ഇട്ടാൽ മതി. കാരണം നമ്മൾ മുളക് പൊടി നേരത്തെ ഇട്ടതാണ്. നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് വഴറ്റി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള കിഴങ്ങും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഈ ഉരുളക്കിഴങ്ങും തക്കാളിയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഇടുന്നേക്കാളും മുന്നേ, കാരണം ഞാൻ ചിക്കനിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതാണ്. വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ട് വയ്ക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി എന്തായാലും നല്ലതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മഞ്ഞളൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടണ്ട, കാരണം നമ്മൾ ആ ചിക്കനിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ പൊട്ടറ്റോ ചിക്കൻ മുളക് കറിയുടെ ചിക്കൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ ചിക്കനിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും, അത് ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ, ഒരു 1/2
മുക്കാൽ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. നിങ്ങൾ വിചാരിക്കേണ്ട വന്നിട്ട് എന്താ ഇത്രയും കളറെന്ന്. ആ കളറ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്. നമുക്കധികം മുളക് പൊടിയൊന്നും ഉപയോഗിക്കണമെന്നില്ല, അധികം സ്പൈസി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ നമ്മുടെ ഈ ഉണക്കമുളക് ഞാൻ വറുത്തിട്ടാണ് ഇതിലിട്ടിരിക്കുന്നത് കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അതാ നന്നായിട്ട് എല്ലാം കൂടി ചേർന്ന് വന്നിട്ടുണ്ട്. ഈ ചേർന്ന് വന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതിൽ ഞാൻ നേരത്തെ ഈ ഉള്ളിയൊക്കെ കൂടിയിട്ട് ചതച്ചപ്പോൾ ആ മിക്സിയിൽ ലാസ്റ്റ് ഒരല്പം വെള്ളം ഞാൻ ആക്കിയിരുന്നു. അപ്പോൾ ആ വെള്ളം മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു അര ഗ്ലാസ് വെള്ളം ഉണ്ടായിരിക്കും. ആ വെള്ളം ഇതിലിരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നോക്കൂ, ഇപ്പം തന്നെ ആ ഉരുളക്കിഴങ്ങൊക്കെ കിടക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഇത്. നമ്മൾ കറിയായിട്ടല്ല, കുറച്ച് റോസ്റ്റ് പോലെയാണ് ഇത് ഉണ്ടാവുക ലാസ്റ്റ്. അപ്പം നമുക്ക് കാര്യം ചെയ്യാം. ഇത്രയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ എടുത്തൊന്ന് മൂടി വയ്ക്കാം. ഇനി ഏകദേശം ഒരു 10-15 മിനിറ്റ് നേരം ഇത് മൂടി വെച്ചുകൊണ്ട് തന്നെ ഒന്ന് വേവട്ടെ. നമ്മുടെ ചിക്കൻ പൊട്ടാറ്റോ മുളകിട്ട കറി റെഡി ആയിട്ടുണ്ട്. നോക്കൂ, ഇനി ഒന്ന് തുറന്ന് വെച്ച് 2 മിനിറ്റ് വെച്ചാൽ നമുക്കത് ഒന്ന് റോസ്റ്റ് പോലെ ആയി കിട്ടും. അധികം ഗ്രേവി ഇല്ല കേട്ടോ, അതിൽ കുറച്ച് ഗ്രേവിയേ ഉള്ളൂ. ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതും അതേപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും ഇതിലൊന്ന് വേദറി കൊടുക്കണം. ഇതിൽ നമ്മൾ ഉള്ളിയോ തേങ്ങയോ ഒന്നും വറുത്തിടുന്നില്ല. അതിനായിട്ട് ലാസ്റ്റായിട്ട് നമ്മൾ ഇതിൽ കുറച്ച്, അതായത് വളരെ കുറച്ച് നോക്കൂ, ഇത്രയേ ഉള്ളൂ. ഇത്ര വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ നമ്മൾ തൂവി കൊടുക്കുകയാണ്. ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട് വയ്ക്കാം. നോക്കൂ, നമ്മുടെ ചിക്കൻ പൊട്ടാറ്റോ മുളകിട്ട കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തോളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അധികം സ്പൈസി ഒന്നും ഇല്ലാത്തതാണ്. ഈ കളറ് കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ, നല്ല മുളകുണ്ടെന്ന് വിചാരിക്കേണ്ട. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. മാത്രമല്ല കുറച്ച് വെളിച്ചെണ്ണ അല്ലാതെ ഉണ്ട്. ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ചെറിയ ഉള്ളിയാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.